സമൂഹം നിസ്സംഗത വെടിഞ്ഞ് കൂട്ടായ്മയോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. നമ്മുടെ പ്രവർത്തനമാണ് സ്വർഗവും നരകവും പണിയുന്നത്. ജീവിതയാത്രയിൽ എല്ലാവരും ജയിക്കണം, ആരും തോൽക്കരുത്. മറ്റുള്ളവരെ അവഗണിക്കാതിരിക്കാൻ നാം പഠിക്കണം. മാഹി സെയിൻറ്റ് തെരേസാസ് ബസിലിക്കയിൽ നിർമ്മിച്ച നിത്യാരാധന ചാപ്പലിന്റെ ആശീർവാദം നിർവഹിച്ച് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും ഒരു ആശ്വാസ കേന്ദ്രവും അങ്ങ് അനുഗ്രഹങ്ങളുടെ ഉറവിടവുമായിരിക്കട്ടെ. ദൈവവചന പ്രഘോഷണത്തിനും ബലിയർപ്പണത്തിനും ആരാധനയ്ക്കും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും വേണ്ടി കുമ്പസാരിക്കുന്നവന് സ്ഥാപിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സ്ഥലത്തെ ഏവരുടെയും വിശ്വാസ വർദ്ധനവിനും ജീവിത വിശുദ്ധീകരണത്തിനും സഹായകമാക്കി തീർക്കണമേ. ആർച്ച് ബിഷപ്പിന് ഇടവക സ്വീകരണവും അനുമോദനവും ഒരുക്കി. ക്യാൻസർ ബാധിതനായ ഇടവകാംഗത്തിന് ഇടവകയും നാട്ടുകാരും ചേർന്ന് സമാഹരിച്ച തുകയും കൈമാറി. അഴിയൂർ പഞ്ചായത്തിൽ ഏറ്റവും നല്ല ജൈവ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് പുളിക്കൽ കഴിഞ്ഞ 16 വർഷമായി ബസിലിക്ക ഗോപുരത്തിലെ ക്ലോക്ക് പരിചരിക്കുന്ന പള്ളൂർ സ്വദേശി ബാലകൃഷ്ണൻ, ചികിത്സാ സഹായ ഫണ്ട് വിജയിപ്പിച്ച വിൻസെന്റ് ഫെർണാണ്ടസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ മോൺസന്യൂർ ജെൻസൺ പുത്തൻവീട്ടിൽ, റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ജോസ് ബേസിൽ, ഡിക്രൂസ്, ഷാജി പിണക്കാട്ട്, കവിത ജെയിൻ ഫെർണാണ്ടസ്, സിസ്റ്റർ വിജയ്, ഫാദർ ബിനോയ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു.